അയാൾ അങ്ങോട്ട് ഓടുന്നു. സംശയമുണ്ടോ? അടുക്കരുത്. അയ്യോ എന്റെ മോൻ. അടുത്തു വന്ന കൊച്ചിനെ കൊല്ലു ഞാൻ. പിന്നെ ആരും പറഞ്ഞേക്കല്ലോ, പറഞ്ഞില്ല എന്ന്. എന്റെ മോൻ. ഞാൻ തൽക്കാലം ഇവനെ കൊണ്ട് ഇവിടെ നിന്ന് പോവാണ്. ആരെങ്കിലും പുറകെ വന്നാ ഈ കൊച്ചിനെ ഞാൻ കാച്ചിക്കളയും. എന്റെ സ്വപ്നം നടന്നു. ഞാൻ പറക്കുകയാണ്, ആകാശത്തൂടെ പറക്കുകയാണ്. വരുന്നില്ല. യു എൻജോയ്. കടലിലിറങ്ങിയ സ്രാവ് കടിക്കും, ആകാശത്താണ് കഴുകൻ റാഞ്ചും. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാ ബുദ്ധി. സംശയമുണ്ടോ? ഓക്കേ ബൈ. ഒരുമാതിരി വൃത്തികേട് കാണിക്കരുത്. എന്റെ അമ്മച്ചിയാണ് സത്യം. എന്തെങ്കിലും ഞാൻ അടിക്കുന്ന ഫയർ ഷോട്ടില് നീ ഓട്ടോക്കായി മാറും. കുട്ടികളെ ദാ നോക്കിയേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്വിമ്മിംഗ് സൂട്ടാണ്. പിന്നെ ഇത് സൂര്യന്റെ പ്രകാശത്തിൽ നിന്നും രക്ഷ നേടുവാനുള്ള സൺഗ്ലാസ്. പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളും. ദാ നോക്കിയേ, ഞാൻ നിങ്ങൾക്കായി ചോക്ലേറ്റും വാങ്ങിയിട്ടുണ്ട്. ചോക്ലേറ്റ് കഴിക്കാൻ ലേറ്റ് ആകരുത്. ഇപ്പൊ തന്നെ കഴിച്ചേക്കാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. ഇതാ, ഞാനിപ്പോൾ സർഫിങ്ങിനായി പോവുകയാണ്. വാവ്, മേഡം നമുക്ക് എത്ര നല്ല ഗിഫ്റ്റുകളാ വാങ്ങി തന്നിരിക്കുന്നത്. മാഡമാണ് നമുക്ക് എപ്പോഴും ഗിഫ്റ്റ് തരാറുള്ളത്. നമ്മൾ മാഡത്തിന് ഗിഫ്റ്റ് കൊടുത്തിട്ടേ ഇല്ല. എല്ലാം തരുന്നത് മുകളിലിരിക്കുന്നവനല്ലേ? നമ്മളെല്ലാം അദ്ദേഹം ചലിപ്പിക്കുന്ന വെറും കളിപ്പാട്ടങ്ങളാണ്. കളിപ്പാട്ടങ്ങളോ? അപ്പൊ ഞാൻ എന്താ പൂച്ചയെ പോലെ ഇരിക്കുന്നേ? ഇനി നമ്മൾ പൂച്ചയുടെ രൂപത്തിലുള്ള കളിപ്പാട്ടങ്ങളാണോ? അത് ഞാനിയോട് ചോദിക്ക്. എടാ, ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കണ്ട. ഇപ്പൊ നമുക്ക് മാഡത്തിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്നു നോക്കാം. അതിനിപ്പോ നമ്മുടെ കയ്യിൽ അധികം കാശൊന്നുമില്ലല്ലോ. പിന്നെ മേഡത്തിന് എന്ത് ഗിഫ്റ്റാ വാങ്ങിച്ചു കൊടുക്കുക? മാത്രമല്ല, ആ കുറച്ച് കാശ് പോലും മാഡം നമുക്ക് തന്ന പോക്കറ്റ് മണിയുടെ ബാക്കിയാണ്. എന്തുമാകട്ടെ, പക്ഷെ മാഡത്തിന് നമ്മളിപ്പോ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തേ മതിയാകൂ. പക്ഷെ കുറച്ച് കാശ് കൊണ്ട് എന്ത് ഗിഫ്റ്റാണ് നമ്മൾ വാങ്ങുക? ഫ്ലീ മാർക്കറ്റിലേക്ക് പോകൂ. അവിടെ ഉപയോഗിച്ചതാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും. വേഗം പോയി നോക്ക്. വിലക്കുറവിലാണെങ്കിൽ നല്ല സാധനങ്ങൾ കിട്ടുന്ന സ്ഥലം അത്. അത് നല്ല ഐഡിയ ആണ്. വാ, നമുക്ക് ഫ്ലീ മാർക്കറ്റിലേക്ക് പോവാം. ഈ സ്ഥലം കൊള്ളാലോ കൂട്ടുകാരെ. ഇവിടെ വേണമെങ്കിൽ ഒരു കട തന്നെ തുടങ്ങാമല്ലോ. ദാ നോക്കിയേ, എന്തുമാത്രം കസ്റ്റമേഴ്സ് ആണ്. ഒരുപാട് കാശ് ഉണ്ടാക്കാം. പിന്നെ ഒരു ഷോറൂം തന്നെ തുടങ്ങാം. പിന്നെ സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റ് തന്നെ ഉണ്ടാകും. പിന്നീട് നമുക്കൊരു മോള് തന്നെ തുടങ്ങാം. തൽക്കാലം നമ്മുടെ കയ്യിലുള്ള കാശിന് മാഡത്തിനൊരു ഗിഫ്റ്റ് വാങ്ങി നമുക്ക് ഇവിടുന്ന് പോകാം. എന്താ, നമ്മൾ മാഡത്തിന് വേണ്ടിട്ട് ഒരു ഡ്രസ് എടുത്താലോ? ഈ ഗൗണിന് എത്ര രൂപയാ? അയ്യോ, ചേട്ടനായിരുന്നോ? ഈ സൈസ് നിങ്ങൾക്ക് ചേരില്ല മാൻ. ചേട്ടൻ തെറ്റിദ്ധരിച്ചതാ. ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ മേഡത്തിന് ഗിഫ്റ്റ് കൊടുക്കാനാ. ഇത് 1000 ഓൺലി ഫ്രണ്ട്സ്. ചേട്ടാ, ഭയങ്കര വിലയാണല്ലോ. ഈ കാശിന് മാസം മുഴുവൻ ഈ പാനിപ്പൂരി കഴിക്കാം. കാശൊന്ന് കുറച്ച് തരണം പ്ലീസ്. എന്നാൽ മാഡത്തിന് പാനിപ്പൂരി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്ക്. ചേട്ടാ പ്ലീസ്. എന്നാ ശരി, ഒരു 5 രൂപ കുറച്ച് തന്നേക്ക്. ഇതിപ്പോ വില കുറച്ച് തന്നാണെന്ന് 5 രൂപ കുറച്ചിട്ട് പോലും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇനി വില കുറയ്ക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ സന്തോഷം കൂടുന്ന വിധത്തിലും സങ്കടം കുറയുന്ന വിധത്തിലും വേണം വിൽക്കാൻ. എന്നാ ശരി, 10 രൂപ കുറച്ച് തന്നേക്ക് മാൻ. മാനല്ല, പൂച്ചകളാണ്. ഒരല്പം കൂടി കുറക്കുന്നേ. നല്ല ഗിഫ്റ്റ് കൊടുക്കുകയും വേണം, വില കുറയുകയും വേണം, അല്ലേ മാൻ? നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് കിട്ടും. ജ്ഞാനം പകർന്നു നൽകുന്നത് എന്റെ ജോലിയാണ്. സംശയമുണ്ടോ? ചേട്ടൻ അടിപൊളിയാണ്, തകർപ്പനാണ്, സുന്ദരനാണ്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, ചേട്ടനൊരു കച്ചവടക്കാരനേ അല്ല. വാട്ട് മാൻ? പിന്നെ ആരാ? പിഷക്കാരനോ? അത് പിന്നെ ചേട്ടനൊരു നല്ല കച്ചവടക്കാരനാണ്. മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുന്ന നല്ലൊരു കച്ചവടക്കാരൻ. കുറച്ചൊന്ന് കുറയ്ക്കുന്നേ പ്ലീസ്. ഇതിനപ്പുറം കുറയ്ക്കാൻ പറ്റില്ല മാൻ, സോറി. ഇത് വിട്ടേക്ക്. മാഡത്തിന്റെ കയ്യിൽ ഒരുപാട് ഡ്രസ് ഉണ്ട്. നമുക്ക് മാഡത്തിന് ഒരു ഹാറ്റ് വാങ്ങിച്ചു കൊടുക്കാം.
ഇതാ സാർ, ഈ തൊപ്പി നിങ്ങൾക്ക് നന്നായിട്ട് ചേരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഒരിക്കലും വാങ്ങില്ല. അതെന്താ? കാരണം ഞങ്ങളുടെ മേഡത്തിന് വേണ്ടിട്ടാ തൊപ്പി. മേഡത്തിന്റെ തലക്കല്ലേ അത് സ്യൂട്ട് ആവേണ്ടത്. എന്നാ പിന്നെ ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ ലേഡീസ് ക്യാപ്പ് കാണിച്ചു തരാം. ഈ തൊപ്പിക്ക് എത്ര രൂപയാണ്? 5 man. 5 രൂപയോ? എന്നാ പിന്നെ വാങ്ങിച്ചോടാ. ബാക്കിയുള്ള പൈസക്ക് നമുക്ക് കൂടി ഓരോ തൊപ്പി വാങ്ങാം. എക്സ്ക്യൂസ് മീ, 5000. 1000 രൂപയ്ക്ക് ഇതാ ഇത്രയും വലിയ ഡ്രസ്സാ കിട്ടുന്നത്. എന്നാൽ ഈ ചെറിയ തൊപ്പിക്ക് 5000 രൂപയാണോ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഡ്രസ്സ് തൊപ്പിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പറയൂ. കൂട്ടുകാരെ, നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങാം. കേക്ക് എന്തെങ്കിലും വാങ്ങിച്ചാലോ? എങ്കിലല്ലേ നിനക്ക് കഴിക്കാൻ പറ്റൂ. അല്ലാടാ തീറ്റ ഭ്രാന്താ. ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങാം. പോയി നോക്കാം. എല്ലാത്തിനും വലിയ വിലയാ. അതെ, എന്നിട്ട് മേഡം നമുക്ക് ഗിഫ്റ്റുകളൊക്കെ വാങ്ങി തരാറുണ്ട്. സംശയമുണ്ടോ? പക്ഷെ നമ്മുടെ കയ്യിലാകെ കുറച്ച് പൈസയല്ലേ ഉള്ളൂ. ഈ കാശ് കൊണ്ടൊന്നും നടക്കില്ല ഹണി. ഐഡിയ. നമ്മുടെ ഈ മേഡത്തിന്റെ ഗിഫ്റ്റ് ഇരിപ്പില്ലേ, ആ ഗിഫ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് മേഡത്തിന്റെ വേറൊരു ഗിഫ്റ്റ് മേടിച്ചാലോ? വഴിയരികിൽ സാധനങ്ങൾ വിലക്കുറവിൽ. ചേട്ടാ, അല്ലെങ്കിൽ വഴിയരികിലെ സാധനങ്ങൾക്ക് വിലക്കുറവായിരിക്കുമല്ലോ. ചേട്ടാ, ഇത് ഏത് വഴിയരികിലെ സാധനങ്ങളാണെന്ന് ചേട്ടൻ ഇതുവരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിദേശത്തെ വഴിയരികിലെ സാധനങ്ങളാണിത്. എന്നിട്ട് ഞങ്ങൾ ഇത് വിലക്കുറവിലാണ് കൊടുക്കുന്നത്. വാങ്ങിക്കൂ. വന്നാട്ടെ സാറേ, വന്നാട്ടെ. ഈ ഇമ്പോർട്ടന്റ് കളിപ്പാട്ടം കിട്ടുമ്പോൾ സാറിന്റെ കുട്ടി വളരെ സന്തോഷത്തിലാകും. സാറിനെ ബഹുമാനിക്കും. വലുതാകുമ്പോൾ നിങ്ങളെ നന്നായി നോക്കും. ഈ ഒരു കളിപ്പാട്ടം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നതാണ്. വാങ്ങിയാട്ടെ. വന്ന് ഇമ്പോർട്ടന്റ് കളിപ്പാട്ടം വാങ്ങിക്കൂ. ഒരാൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതവന് കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ എന്താണോ കിട്ടുന്നത് അതാരും ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇവിടെ ഗംഭീര ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ടിന് മുകളിൽ വേറെ ഡിസ്കൗണ്ട്, അതിന് മുകളിൽ വേറെയും. സംശയമുണ്ടോ? അയ്യോ, ആരും പോവരുതേ. അല്ല, നിങ്ങൾ എങ്ങോട്ടായി പോന്നേ? അയ്യോ, നിൽക്കൂ. നിൽക്കാനല്ല പറഞ്ഞേ. പറയൂ സാർ, സാറിന് എന്താണ് വേണ്ടത്? പിരിവ്, ഹഫ്ത, കാശ്. അത് ശരി, എന്തിന്റെ പേരിലുള്ള പിരിവാ? എന്തിനു വേണ്ടിയുള്ള പിരിവാണെന്ന്? സ്മാർട്ട് ബോയ്, ഇത് എന്റെ ഫ്ലീ മാർക്കറ്റ് ആണ്. ഞാനാണ് ഇവിടുത്തെ ദാദാ. ഇവിടെ കട നടത്തണമെങ്കിൽ എനിക്ക് പിരിവ് തന്നേ പറ്റൂ. ഐ ആം എ റൈറ്റ് ബോയ്സ്. നോക്കൂ, ഞങ്ങളുടെ ഈ സാധനങ്ങൾ അത്യാവശ്യമായിട്ട് വിറ്റേ പറ്റൂ. താങ്കൾ മഹാനാണ്, ദയാലുവാണ്. സത്യത്തിൽ താങ്കൾ ഒരു മനുഷ്യനേ അല്ല. ശരിയാ പറഞ്ഞത്. സത്യത്തിൽ ഇയാളെ ഇവിടെ കാട്ടുകൂത്തന്നാ വിളിക്കുന്നത്. ഇല്ലില്ല, ഞാൻ പറഞ്ഞു വന്നത് സാറൊരു മനുഷ്യനേ അല്ല, മാലാഖയാണ്. മാലാഖ. ഞങ്ങളിത് വിൽക്കാൻ സമ്മതിക്കണേ പ്ലീസ്. സ്മാർട്ട് ബോയ്, വിൽക്കണമെങ്കിൽ വേറെ എവിടെങ്കിലും കൊണ്ട് വിൽക്ക്, അല്ലെങ്കിൽ പിരിവതാ. ഗോട്ട് ഇറ്റ്. ഞങ്ങൾ ഇത് ഇവിടെ തന്നെ ഇട്ട് വിൽക്കും. ഇത് മാർക്കറ്റാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും കടയിടാം. സംശയമുണ്ടോ? ഈ പച്ചത്തത്തയ്ക്ക് കുറച്ച് വാചകമടി കൂടുതലാ. കടയുണ്ടെങ്കിൽ അല്ലെ സാധനങ്ങൾ വിൽക്കൂ. ബോയ്സ്, പ്ലീസ് ടേക്ക് ദാറ്റ് ബോയ്സ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഗോവൻ പാണ്ഡയുടെ ഏരിയ ആണ് മാൻ. ഇൻസ്പെക്ടർ പാണ്ഡ, വെൽക്കം. നിങ്ങൾ കൃത്യസമയത്താണ് വന്നിരിക്കുന്നത്. ദാ ഇവന്മാരെ അറസ്റ്റ് ചെയ്യ്. ഇവന്മാർ ഈ മാർക്കറ്റിൽ പ്രശ്നം ഉണ്ടാക്കുക. ഡോണ്ട് വെറി സ്മാർട്ട് ബോയ്സ്. ഞങ്ങൾ ഞങ്ങളുടെ സാധനം വിൽക്കുവാണ് പാണ്ഡ സാർ. പ്രശ്നം ഉണ്ടാക്കുന്നത് ഇയാളാണ്. പിന്നെ ഗുണ്ടാപിരിവ് നടത്തുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ഗുണ്ട നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതിനിടയ്ക്കാണ് നിങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്നത്. അയാൾ അങ്ങോട്ട് ഓടുന്നു. സംശയമുണ്ടോ? അടുക്കരുത്. അയ്യോ, എന്റെ മോൻ. അടുത്ത കൊച്ചിനെ കൊല്ലു ഞാൻ. പിന്നെ ആരും പറഞ്ഞേക്കല്ലോ, പറഞ്ഞില്ല എന്ന്. നിൽക്കവിടെ മാൻ. എന്റെ മോൻ. മൈസൺ ടൈസൺ, ഞാൻ തൽക്കാലം ഇവനെ കൊണ്ട് ഇവിടെ നിന്ന് പോവാണ്. ആരെങ്കിലും പുറകെ വന്നാ ഈ കൊച്ചിനെ ഞാൻ കാച്ചിക്കളയും. പിന്നെ ആരുമെന്ന് പറഞ്ഞേക്കല്ലേ, പറഞ്ഞില്ല എന്നൊന്ന്. ആ കുട്ടിയെ വെറുതെ വിട്. മൈക്കിൾ സാറേ, സാർ ശക്തിമാനാണ്, ബാറ്റ്മാനാണ്. സത്യം പറഞ്ഞ സാറേ, ഗുണ്ടേ അല്ല. താൻ എന്തായി പറയുന്നേ? ഞാൻ വലിയ ഗുണ്ടയാണ്. അത് തന്നെ പറഞ്ഞേ.
താങ്കൾ വളരെ വലിയൊരു ഗുണ്ടയാണ്. സാറിനെ കുറിച്ച് ഗ്രാമങ്ങളിൽ എല്ലാരും വളരെ പേടിയോട് പറയാറുണ്ട്. ഓർമ്മയില്ല ഹണി, നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ മേഡം നമ്മളോട് പറയാറില്ലേ, എന്താ കൊച്ചലിയെ പറയാറുണ്ടായിരുന്നേ? മര്യാദയ്ക്ക് ഉറങ്ങിക്കോ, ഇല്ലെങ്കിൽ മൈക്കിൾ കൊല്ലാൻ വരുമെന്ന്. മൈക്കിൾ സാറേ, സാർ ഇത്ര വലിയ ഗുണ്ടയല്ലേ, പിന്നെന്തിനാ സാറിന് ഈ ചെറിയ കുട്ടിയുടെ സഹായം? ഞാൻ പറയുന്നത് ആ കുട്ടിയെ വെറുതെ വിടണമെന്നാണ്. നീ കേട്ടോ, മര്യാദയ്ക്ക് ഉറങ്ങിക്കോ, ഇല്ലെങ്കിൽ കേട്ടില്ലേ മൈക്കിൾ കൊല്ലാൻ വരുമെന്ന്. ഞാനൊരു ഇഡിയറ്റ് ആണെന്ന് വിചാരിച്ചോനെ. ഞാൻ ഇവനെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ വെറുതെ വിടുമെന്നാണ് പറയുന്നേ. ഒരിക്കലും വെറുതെ വിടില്ല. സത്യത്തിൽ സാറിന് ശരിക്കും ബുദ്ധിയുണ്ടല്ലോ, അല്ലേ കൊച്ചലിയ? എന്റെ മോനെ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇന്ന് മൈക്കിൾ ഒരു കൊല കൂടി ചെയ്യും. അയ്യോ, എന്താ ചെയ്യുന്നേ? എന്റെ ദേഹത്ത് കൊള്ളുന്നുണ്ട്. ഞാൻ നിന്നെ രക്ഷിക്കോ കൊച്ചലിയ, കുറച്ചൊക്കെ സഹിക്കേ. നീ എന്തായി കാണിക്കണേ? എന്റെ മൂക്ക്. മൂക്കിന് കൂടുതലൊന്നും പറ്റിയില്ല, പക്ഷെ ഇനി പറ്റും. ആ കുട്ടികളെ വളരെ ശ്രദ്ധിച്ചു വേണം, അയാൾ വളരെ വലുതാണ്. ഓ കുട്ടികളെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, നിങ്ങൾ ഈ മാർക്കറ്റിൽ എന്താ ചെയ്യുന്നത്? മാഡത്തിന് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. കാശുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഗിഫ്റ്റ് എല്ലാം വിൽക്കാൻ വേണ്ടി കടയിട്ടു. ഓ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തരേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷെ ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാഡം, മാഡത്തിന്റെ കുട്ടികൾ എന്റെ മോനെ രക്ഷിച്ചു. ഇത് നിങ്ങൾക്ക് എന്റെ വക, അത് നിങ്ങളുടെ മാഡത്തിന് വേണ്ടി. അയ്യോ, ഇതൊന്നും വാങ്ങിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. ഇതെല്ലാം എന്റെ വകയാണ് മാൻ. നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണിത്. നിങ്ങൾ ഞങ്ങളുടെ ഏരിയയിലുള്ള കുട്ടിയാണ് രക്ഷിച്ചത്. നിങ്ങൾ ശരിക്കും സ്മാർട്ട് ബോയ്സ് ആണ്. നിങ്ങളാണ് എനിക്ക് ശരിക്കും നന്മയുടെ മുഖം കാണിച്ചു തന്നത്. ഇനി നിങ്ങൾ പോയതിനു ശേഷം ഈ ഏരിയയിലുള്ള കുട്ടികളെല്ലാം ഞാൻ സംരക്ഷിക്കും മാൻ. ഇനി സത്യമായിട്ട് ഞാൻ ഒരിക്കലും ഇവിടെ ഗുണ്ടാ പിരിവ് നടത്തില്ല. ഇതിനൊന്നും ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ ഇതെല്ലാം സ്നേഹത്തോടെ തന്ന സ്ഥിതിക്ക് അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഗിഫ്റ്റ്സ് എല്ലാം ഇനി മുതൽ സൂക്ഷിച്ചു വെക്കാം.